ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എപ്പോഴും എതിരഭിപ്രായങ്ങളുണ്ടാവും, വിപരീതാഭിപ്രായങ്ങളുണ്ടാവും. അത് ചിലപ്പോഴൊക്കെ ചിലർ തുറന്നു പറയും, ചിലർ മൂടിപ്പൊതിഞ്ഞ് പറയും, ചിലർ ഒളിയമ്പുകളെയും. ഇതൊക്കെ സാധാരണ പതിവുള്ളതാണ്, കോൺഗ്രസ് പോലത്തെ ഒരു പാർട്ടിയിൽ പ്രത്യേകിച്ചും. അത് വളരെ സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായി എതിർപ്പില്ലാതെ പോയാലാണ് നമ്മൾ ഭയപ്പെടേണ്ടത്. കാരണം കൂടുതൽ എന്തെങ്കിലും ഒന്ന് വരാനിരിക്കുന്നു എന്ന കാരണത്തിൽ. കോൺഗ്രസിൻ്റെ ഏത് മന്ത്രിസഭയാണെങ്കിലും കരുണാകരനോ ആന്റണിയോ ഉമ്മൻചാണ്ടിയോ ആരായാലും ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടായിട്ട് പലപ്പോഴും ആശയ സംഘട്ടങ്ങളുണ്ടായിട്ട് ചിലപ്പോഴൊക്കെ പാർട്ടി പിളർപ്പിലേക്ക് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ MLA മാർ കൂറുമാറും, നിയമസഭയിൽ പ്രമേയം പരാജയപ്പെടും, ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളുണ്ടായിട്ട്. ഇനി കൂറുമാറ്റ നിരോധന നിയമമൊക്കെ വന്നതിന് ശേഷമാണ് അത് താരതമ്യേന കുറഞ്ഞത്. എന്നിട്ട് പോലും ആന്റണിയുടെ മന്ത്രിസഭയുടെ സമയത്ത് 2001 മന്ത്രിസഭയുടെ സമയത്ത് കുറേ MLA മാർ ഒറ്റയടിക്ക് കൂറുമാറും എന്നുള്ള ഭീഷണി ഉണ്ടായിരുന്നു. രാജ്യസഭയിലേക്ക് കോൺഗ്രസ്സിന് റിബൽ സ്ഥാനാർത്ഥി വന്ന സംഭവമായിട്ട് എറണാകുളത്ത് പാർലമെൻറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും മുതിർന്ന നേതാവ് കരുണാകരൻ പരസ്യമായിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിച്ച സംഭവമായിട്ട്. ഇങ്ങനെ പല കുസൃതികളും തമാശകളും നിറഞ്ഞതാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ ചരിത്രം. പല സംസ്ഥാനങ്ങളും നമുക്ക് കാണാം. ഇപ്പോൾ പല രാജ്യസഭാ സീറ്റുകളിലേക്ക് ഒരു നോമിനേഷൻ ഫില്ല് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത ആളുകൾ മധ്യപ്രദേശിൽ അല്ലെങ്കിൽ ജാർഖണ്ഡിൽ ക്രോസ് വോട്ടിംഗ് കാരണം അവരുടെ സ്ഥാനാർത്ഥി തോറ്റുപോകും. കർണാടകയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ മാറ്റാൻ വേണ്ടിയിട്ട് വിമതന്മാർ കളിച്ച കളികൾ. ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഇതേ സമയത്ത് നമ്മളിത് പറയുന്ന സമയത്ത് തന്നെ പല സംസ്ഥാനങ്ങളും നടക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ താരതമ്യേന ലഘുവായ പ്രശ്നങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാക്കും. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് വേറൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു വലിയ വൈതരണി. ഇത് കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. കർണാടകത്തിൽ അങ്ങനെ പ്രശ്നമില്ല, അല്ലെങ്കിൽ മധ്യപ്രദേശിൽ അങ്ങനെ പ്രശ്നമില്ല. ഇവിടെ കൂട്ടുകക്ഷി മന്ത്രിസഭയാണ്. നിരവധി പാർട്ടികളുണ്ട്, വലുതും ചെറുതുമായിട്ട്. മുസ്ലിം ലീഗുണ്ട്, കേരള കോൺഗ്രസും ഉണ്ട്, RSP ഉണ്ട്, CMP ഉണ്ട്. അങ്ങനെ നിരവധി പാർട്ടികൾ ചേർന്ന ഒരു സംവിധാനം. ഇതിനെല്ലാം കൂട്ടിവയ്പ്പിച്ചു കൊണ്ടു. പിന്നെ കോൺഗ്രസിനകത്താണെങ്കിൽ പല അഭിപ്രായങ്ങളുണ്ട്. അതിലുപരി വലിയ പ്രശ്നമുള്ളത് വെച്ചാൽ VD സതീശൻ MLA മാരുടെ സ്വാഭാവികമായൊരു ചോയ്സായിട്ട് വന്ന ആളല്ല. ഇപ്പോൾ കരുണാകരൻ വന്നപ്പോൾ അദ്ദേഹത്തിന് വേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, ആന്റണി വന്നപ്പോഴും ഉണ്ടായിരുന്നില്ല. ആന്റണിക്ക് കരുണാകരൻ ചില വൈതരണികളൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും ആന്റണി ഒരു നാച്ചുറൽ ചോയ്സായിട്ട് വന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾക്കും കിട്ടിയ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സ്ഥാനമല്ല സതീശന് കിട്ടിയത്. സതീശനേക്കാൾ കൂടുതൽ MLA മാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ്. സതീശനേക്കാളും പാർലമെൻ്ററി എക്സ്പീരിയൻസും ഭരണപരിചയമുള്ള ആൾ രമേശ് ചെന്നിത്തലയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ന്യായമായൊരു ക്ലെയിം ഉണ്ട്. ഇവരുടെയൊക്കെ തലയ്ക്ക് മീതെയാണ് ചില ഘടകകക്ഷികളുടെ കൂടി സ്വാധീനത്തിൻ്റെ ഫലമായിട്ട് പിന്നെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു വികാരത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയത്. സ്വാഭാവികമായിട്ടും ഈ പല മന്ത്രിമാരെയും തീരുമാനിച്ച അദ്ദേഹമല്ല, അദ്ദേഹത്തിനോട് താല്പര്യമില്ലാത്ത ആളുകൾ പലരും മന്ത്രിമാരായിട്ട്. അപ്പോൾ അവരുടെ റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കുന്ന വേറെ സ്ഥലത്ത് നിന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ മന്ത്രിസഭയിൽ തന്നെ വളരെ സീനിയറായിട്ടുള്ള രമേശ് ചെന്നിത്തലയുണ്ട്, K മുരളീധരനുണ്ട്. മന്ത്രിസഭയിൽ ഘടകകക്ഷിയുടെ പ്രമുഖ നേതാവായിട്ട് PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, മറ്റ് പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കൂട്ടിവയ്പ്പിച്ചുകൊണ്ടു. പല ആളുകൾക്കും പല എതിരഭിപ്രായങ്ങളുണ്ടോ. പിന്നെ സതീശൻ പെട്ടെന്ന് ഈ മന്ത്രിസ്ഥാനം കയറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ വളരെ ജനോപകാരപ്രദമായ അല്ലെങ്കിൽ ജനപ്രിയമായ പല പദ്ധതികളും പ്രഖ്യാപിച്ചു. ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതൊക്കെ പ്രകടനപത്രികയിലൊക്കെ ഉണ്ടായിരുന്നാണെങ്കിൽ പോലും അതിനെയൊക്കെ അതിജയിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പരിഷ്കാരങ്ങൾ പോലും ഉണ്ട്. അംഗൻവാടി ടീച്ചർമാരുടെ, അതുപോലെ നമ്മുടെ ആശാ വർക്കർമാരുടെയൊക്കെ വേതനം വർദ്ധിപ്പിച്ചത്, പിന്നെ ജനപ്രിയ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്, മറ്റ് പല കാര്യങ്ങൾ. സസ്പെൻഷനിൽ കഴിയുന്ന IAS-കാരെ തിരിച്ചെടുത്തത്, പോലീസിന് ക്രമസമാധാന ചുമതല P വിജയൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ IPS ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. വളരെ പെട്ടെന്ന് ഒരു മാസത്തിനകത്ത് ചെയ്യാവുന്നതിനൊക്കെ ചില പരിധികളുണ്ടല്ലോ. ആ പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന തോന്നൽ ഉണ്ടാക്കി. പ്രതിപക്ഷമാണെങ്കിൽ തീർത്തും നിഷ്പ്രഭമായി പോയി. അതൊരു സത്യമാണ്. ഈ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്കാണ് ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായിട്ട് ഗോളുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പിണറായി വിജയൻ്റെ പ്രായാധിക്യവും അനാരോഗ്യവും പിന്നെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ വലിയ തിരിച്ചടി. പിണറായി അല്ലാതെ പിന്നെ എഴുന്നേറ്റ് 4 വാചകം തെറ്റുകൂടാതെ പറയാനറിയാവുന്ന ആളുകൾ തന്നെ കുറവാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ CPM CPI കക്ഷികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അവർക്കുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും സതീശൻ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പിന്നെ കോൺഗ്രസിൽ ഈ മുതിർന്ന നേതാക്കന്മാർ, മൂപ്പന്മാർ എന്ന് പറഞ്ഞ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ജോലി വേണ്ടേ? മൂക്ക് മുറിച്ച് ശകനം മുടക്കുക എന്ന പരിപാടിയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ചില മന്ത്രിമാരുമൊക്കെ ആ രീതിയിലേക്ക് നിലാവോദിക്കുമ്പോൾ കുറുക്കൻ ഓളിയിടുന്ന് പറഞ്ഞ പോലെ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സതീശനൊന്നും ഗൗനിക്കുന്നില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പ്രതിപക്ഷക്കാർ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ടി വി ചാനലുകാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ എന്തൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞാലും പുള്ളി നെവർ മൈൻഡാണ്. ഡോണ്ട് കെയർ മാസ്റ്ററായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സംഗതി. ഇപ്പോൾ ഇത് ഈ വക വിവാദങ്ങളോ അപവാദങ്ങളൊക്കെ ഉണ്ടായാലും അദ്ദേഹത്തെ ബാധിക്കില്ല, അദ്ദേഹം ഗൗനിക്കില്ല. കാരണം അദ്ദേഹത്തിന് ജനങ്ങളുടെ ഭാഗത്ത് വലിയ പിന്തുണയുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതെ. ഇപ്പോൾ ഘടകകക്ഷികൾ തന്നെ വലിയ അഭ്യാസം എടുക്കാത്ത എന്തുകൊണ്ട്? അതിൻ്റെ കാരണം കോൺഗ്രസിന് 62 MLA-മാരുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന് 22 ഉള്ളൂ. അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് അതിൽ കുറവേ ഉള്ളൂ. അപ്പോൾ അവർക്കൊന്നും വലിയ ബാർഗെയിനിങ് പവറില്ല. അത് ഘടകകക്ഷികൾക്ക് അറിയാം. അവരതുകൊണ്ട് അവരുടെ ഒരു പരിമിതമായ വൃത്തത്തിൽ നിന്നുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടുള്ള വകുപ്പുകൾ അവരുടെ താല്പര്യപ്രകാരം ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് താല്പര്യപ്പെടുന്നത്. അനാവശ്യ കാര്യങ്ങളൊന്നും ഒരു പാർട്ടി ഇടപെടുന്നില്ല. അത് മനസ്സിലാക്കും. അപ്പോൾ കരുണാകരൻ്റെ കാലത്ത് പോലും കാണാത്ത രീതിയിലുള്ള ഒരു ഐക്യം ഇദ്ദേഹത്തിന് ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. അതെങ്ങനെ വെച്ചാൽ ഘടകകക്ഷികൾക്ക് അറിയാം ഇതൊക്കെ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ, നമുക്ക് ഇത്രയും അംഗബലമുള്ളൂ, നമ്മൾ പറഞ്ഞ് ഈ നാട്ടിൽ ഇത്രയൊക്കെ നടക്കുകയുള്ളൂ എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഇതാണ് സതീശന് കൈവന്നിട്ടുള്ള ഒരു വലിയ മേൽക്കൈയുടെ രഹസ്യം. അപ്പോൾ ഇതിനെ ോട് അങ്ങനെയല്ല, ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന അഭിപ്രായം വരുത്തി തീർക്കാനാണ് നേരത്തെ പറഞ്ഞ താല്പര്യ കക്ഷികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ ചിലവാകും. വലിയ അഭ്യാസമൊന്നും അവിടെ ചിലവാകില്ല. കാരണം ഈ കെ കരുണാകരൻ്റെ കളരിയിൽ കച്ചകെട്ടിയ അഭ്യാസം പഠിച്ച ആളാണ് നമ്മുടെ വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ലീഡറാണ് അദ്ദേഹത്തിൻ്റെ ഒരു റോൾ മോഡലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പല കാര്യങ്ങളിലും വളരെ കർക്കശമായിട്ട് നിലപാടുകൾ സ്വീകരിക്കാനും എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കാനും അത് നടപ്പാക്കിയെടുക്കാനുമുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണല്ലോ വെറൊരു പറവൂർ MLA ആയിരുന്ന വി ഡി സതീശൻ KPCC-യിലോ AICC-യിലോ വലിയ വലിയ പദവികളൊന്നും അലങ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് ഐക്യജനാധിപത്യ മുന്നണിയിലും അദ്ദേഹത്തിന് വലിയ റോളുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ്. ഒരു മന്ത്രിയായിട്ട് പ്രവർത്തിച്ച എക്സ്പീരിയൻസ് ഇല്ല. മുനിസിപ്പൽ ചെയർമാനായിട്ടോ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടോ ഭരണാധികാരം കൈയാളി പങ്കില്ല. ഒരു പരിചയമോ പാരമ്പര്യവും ഇല്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇന്നിപ്പോൾ കേരള മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട സ്ഥാനത്ത് എത്തിയതുകൊണ്ടല്ലേ. അപ്പോൾ ആ ഒരു തൻ്റെ ഇടം, ആത്മവിശ്വാസം, ഞാനാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന താൻ പോരും അത് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഘടകകക്ഷികളോട് ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും മന്ത്രിസഭയിലെ സഹപ്രവർത്തകരായിട്ട് ആലോചിക്കാതെ തീരുമാനം എടുക്കുന്നത്. ഇത് കൂട്ടുത്തരവാദിത്വം ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം.